ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ചുമയൊക്കെ പോലെ, അപ്പോൾ ഒരു പൾമനോളജിസ്റ്റിനെയും കൂടി ഒന്ന് കാണാമെന്ന് ഓർത്ത് ചെസ്റ്റൊക്കെ ഒന്ന് എക്സാം ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പർപ്പസ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, തിരിച്ചു പോകാനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും കൊച്ചും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവൻ ഒരുങ്ങി വരുന്ന സമയം കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ഐറമോളെയും ഡിയോണ കുട്ടീനെയും ഒക്കെ പൂട്ടിയിട്ടിട്ട് പോകാമെന്ന് ഓർത്തു. കൂട്ടിൽ കയറ്റിയിട്ട് എങ്ങാനും അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മെയിൻ റോഡിൽ പോയിരിക്കും, വണ്ടി ഇടിക്കും. അതുകൊണ്ട് പേടിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ നോക്കിയ കമേലിയ പ്ലാന്റിൻ്റെ ഒരു 2 ആഴ്ചയൊക്കെ വിരിഞ്ഞ് നിൽക്കും. അത് കഴിയുമ്പോൾ അതിൻ്റെ പൂക്കൾ ആ പൂവേ അതല്ല മൊത്തത്തിലൊരു പൂവായിട്ടാണ് കൊഴിഞ്ഞു വീഴുന്നത്. അത് കാണുമ്പോൾ സങ്കടം വരും കേട്ടോ. നിലത്ത് കിടക്കുമ്പോൾ അതിന് നല്ല കളറും ഭംഗിയോ. അപ്പോൾ ഓർക്കും അയ്യോ ഇത് കുറേ ദിവസം കൂടി നിന്നിരുന്നെങ്കിൽ. പ്ലാസ്റ്റിക് പോലത്തെ കമേലിയ നല്ല രസമാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ക്യാമറയല്ലേ, അപ്പോൾ അതിന് മുമ്പിലൊക്കെ ഒന്ന് വെച്ച് നോക്കുമായിരുന്നു. ചെറുപ്പത്തിൽ നമ്മളിങ്ങനെയല്ലേ 10ാം ക്ലാസ് വരെ സ്കൂളിൽ പോകുമ്പോൾ എന്ത് പൂ കിട്ടിയാലും റോസാപ്പൂവോ എന്ത് പൂവായിക്കോട്ടെ അതെല്ലാം നമ്മുടെ മുടിയുടെ ഒന്നെങ്കിൽ പുറകിൽ അല്ലെങ്കിൽ സൈഡിൽ അങ്ങനെ നമ്മൾ കുത്തി വെച്ചിട്ടല്ലേ പോവുള്ളൂ. എല്ലാ പെൺപിള്ളേരും തന്നെ പൂവൊക്കെ പൊട്ടൊക്കെ കുത്തിയിട്ടല്ലേ വരിക അല്ലേ. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴല്ലേ ഭയങ്കര ഇംഗ്ലീഷ് മീഡിയം, യൂണിഫോം ഭയങ്കര സ്ട്രിക്റ്റ്, അങ്ങനെയൊന്നും പാടില്ല, മേക്കപ്പ് ഒന്നും പാടില്ല, അങ്ങനെയൊക്കെ. പണ്ട് അങ്ങനെയല്ലോ, നമ്മളൊക്കെ സാധാരണ സ്കൂളുകളിലല്ലേ പഠിക്കുന്നത്. അപ്പോൾ എന്ത് രസമായിരുന്നു ആ ഒരു ഓർമ്മയിലൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു. വാട്സപ്പിലോ ചേച്ചിക്ക് സംസാരിക്കാൻ ടൈമില്ല. അപ്പോൾ വീഡിയോയിലെങ്കിലും ചേച്ചിയുടെ അനുഭവത്തിൽ നിന്ന് ചേച്ചിക്ക് മനസ്സിലായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെന്ന് കുറേ പേര് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കേൾക്കണോ? APJ അബ്ദുൽ സലാം സാർ പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? 2 പ്രാവശ്യത്തിൽ കൂടുതൽ നിങ്ങളെ വേദനിപ്പിച്ചവരെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ വിശ്വസിക്കരുത്. ആദ്യത്തേത് വാണിംഗ് ആയിട്ട് നമ്മൾ എടുക്കണം. രണ്ടാമത്തേത് ഒരു ജീവിത പാഠം എന്നും നമ്മൾ എടുക്കണം. മൂന്നാമതും പറഞ്ഞ വാക്കും സോറിയും തെറ്റിച്ച് നിങ്ങളെ ഒരാൾ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വേദനിപ്പിച്ചു എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ അവരെ വിശ്വസിക്കരുത്. ഈ ഒരു കാര്യമാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യാൻ വേണ്ടി കുറേ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്ന കാര്യം. വീണ്ടും നമ്മളെ ഒരാൾ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ബേസിക് ക്യാരക്ടറാണ്, ഒരിക്കലും മാറില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ മൈൻഡിനെ നമ്മൾ സ്വസ്ഥമാക്കി വെക്കണം. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ കൊണ്ടുപോയിക്കോണം. അതാണ് ചെയ്യേണ്ടത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യണം, പിന്നെ ഒന്ന് ചെസ്റ്റ് ഒന്ന് നോക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫാത്തിമ മദ മിഷൻ ഹോസ്പിറ്റലുണ്ടല്ലോ കൽപ്പറ്റ, അവിടെ വന്നതാണ് കേട്ടോ. ഈ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ ഞാൻ എൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസമൊക്കെ കംപ്ലീറ്റ് ആക്കിയത്. എൻ്റെ ഒരു നല്ല പ്രായത്തിൽ ഒരു 18 വയസ്സ് മുതൽ 22 വയസ്സ് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഞാൻ ഇവിടെയായിരുന്നു. ഒത്തിരി നല്ല ഓർമ്മകളും പിന്നെ കുറേ സങ്കടങ്ങൾ. ആ ഒരു പ്രായത്തിലൊക്കെ മാറി നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് സങ്കടം തന്നെയാണല്ലോ. അപ്പോൾ അതും എല്ലാമായിട്ട് നമ്മുടെ നല്ല പ്രായം, ഏറ്റവും നല്ല പ്രായത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ. എനിക്ക് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരാൻ തന്നെയാണ്, എന്ത് സിക്ക് വന്നാലും എനിക്ക് ഇവിടെയാണ് ഏറ്റവും കംഫർട്ട്. കാരണം ഇവിടെയാണ് നമ്മൾ ഒത്തിരി സമയം ചിലവഴിച്ചത്. അതുകൊണ്ട് നമുക്കിതൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്, പ്ലസ് നമുക്ക് ഒട്ടും ഒരു ഹോസ്പിറ്റലിൽ പോകുന്നൊരു ഫീൽ നമുക്ക് തോന്നില്ല. കാരണം നമ്മൾ നടക്കാത്ത വഴികളില്ല, നമ്മൾ നടക്കാത്ത സ്ഥലമില്ല, അത് അത്ര യൂസ്ഡ് ആണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ എന്തിനും ഏതിനും ഇങ്ങോട്ടേക്കാണ് മെയിനായിട്ടും വരിക കേട്ടോ. അപ്പോൾ എന്ന് വന്നാലും ഇവിടെ തിരക്കായിരിക്കും, ഭയങ്കര ഇതാണ് അങ്ങനെയാണ്. പക്ഷേ ഭയങ്കര ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഈ ഒരു നൺ സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന ഹോസ്പിറ്റൽ അങ്ങനെയുള്ളിടത്ത് ഭയങ്കര എല്ലാം ഒരു ഓർഡർ ആയിരിക്കും, ഭയങ്കര നല്ലതായിരിക്കും. അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാത്തിനും ഒരു നീക്കുപോക്കുണ്ട്. അങ്ങനെയുള്ളൊരു ഫീൽ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് നമ്മുടെ ഹോസ്റ്റല് പണ്ട് ഞങ്ങൾ ഇവിടെ ഈ ഒരു കെട്ടിടം തുടങ്ങി, ഈ ഒരു ഇവിടെ ഒരു നഴ്സിംഗ് സ്കൂളൊക്കെ തുടങ്ങിയപ്പം 2ാമത്തെ ബാച്ചായിരുന്നു ഞാൻ. ആദ്യത്തെ ബാച്ചും 2ാമത്തെ ബാച്ചും ഞങ്ങൾ ഒന്നിച്ച് 2 കൂട്ടരായിരുന്നു ഇതിനകത്ത് ആദ്യമായിട്ട് ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് ഇവിടുത്തെ തുടക്കക്കാർ. അപ്പോൾ ഇവിടെ നിന്ന് കൊച്ചിനോട് ഇങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇവിടെ 4-5 വർഷത്തെ ഓർമ്മകളാണ് നമുക്ക്, നിറയെ ഓർമ്മകളുള്ള സ്ഥലം. അന്നത്തെ അതേ രീതിയിൽ തന്നെ ഇവിടെ ഇപ്പോൾ ഇൻ്റർലോക്കൊക്കെ ഒന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അന്നത്തെ അതേപോലത്തെ കുഴി നമ്മുടെ ഹോസ്റ്റൽ, സെയിം ഹോസ്റ്റൽ അങ്ങനെ തന്നെ. ഇവിടെ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ കയറി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, വൈകുന്നേരം വരെ അവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഇവിടെ ക്ലാസ്, അങ്ങനെയൊക്കെ നിറയെ ഓർമ്മകളുള്ള നല്ലൊരു കാലഘട്ടം. നമ്മൾ അതുപോലെയല്ലേ പഠിച്ച കോളേജുകൾ, പഠിച്ച സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണല്ലേ പിന്നീട്. ആ ഒരു സമയത്ത് ദൈവമേ പണ്ടാരി ഇവിടെ നിന്ന് എങ്ങനെയൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി അങ്ങനെയൊക്കെ ഓർക്കും. എന്നാൽ പോലും കുറേയൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇവിടെ. എന്നാൽ പോലും ഞാൻ എപ്പോഴും വരുമ്പോൾ സമയമുള്ളപ്പോൾ ഇന്ന് നമുക്ക് പിന്നെ കുറേ സമയമുണ്ട്. ഞാൻ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ ഡോക്ടർ വരണം, ഭക്ഷണം കഴിക്കാൻ പോയൊക്കെ കറക്റ്റ് ഉച്ച സമയത്ത് അവിടെ എത്തിയത്. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് വരണം, അത്ര സമയമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതിൽ നടക്കുമായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട്, അത് പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പക്ഷി കുഞ്ഞുങ്ങളുടെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമാണ്, ആയിരക്കണക്കിന് പക്ഷികൾ, അത് എല്ലാം പിന്നെ ഭയങ്കര ചിലയും അങ്ങനെ നല്ല രസമാണ് കാണാൻ. ഭയങ്കര എൻജോയ് ചെയ്ത് അവരതിനകത്ത് കഴിയുന്ന പോലെ തോന്നും. അതൊക്കെ പശുക്കൊച്ചിനോട് ഒരു തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു. നമ്മളത്ര സിക്കായിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നേക്കണം, അതുകൊണ്ട് നമ്മൾ ഓക്കെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല, ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമുക്കങ്ങനെ ചിരിച്ച് സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റില്ല. പക്ഷേ എന്നെയൊക്കെ
സംബന്ധിച്ച് നമ്മൾ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് ഞാൻ ടോട്ടൽ ഒരു 24 വർഷത്തോളം ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞ ഒരാളാണ്. 18ാമത്തെ വയസ്സ് മുതൽ ഇപ്പം ഞാൻ സൗദിയിൽ നിന്ന് തിരിച്ചു പോകാൻ വരെ. അപ്പോൾ 10-24 വർഷം ജീവിതത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഡേ ആൻഡ് നൈറ്റ് ജീവിച്ചുകൊണ്ട് നമുക്ക് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു സാഡ് ഫീൽ അല്ല തോന്നുക. നമ്മളിവിടെ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ പഠനവും അതുപോലെ തന്നെ ഡ്യൂട്ടിയും ഒക്കെ ഭയങ്കര കഠിനമായിരുന്നു കേട്ടോ. ഭയങ്കര കഠിന ശിക്ഷകളുമായിരുന്നു കേട്ടോ. നൺ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലായതുകൊണ്ട് അതൊക്കെ ആ ഒരു സമയത്തൊക്കെ നമുക്ക് തോന്നുമോ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്, എൻ്റെ അമ്മോ മരണതുല്യമാണല്ലോ ജീവിതം ഇപ്പം, അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. പക്ഷേ ഈ APJ അബ്ദുൽ സലാം സാർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണത്താൽ ആ സംഭവം നടക്കുമ്പോൾ ഒത്തിരി ചേഞ്ചസ് വരും. ചിലത് വേദനിക്കും, ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല എന്ന് വരെ തോന്നും. പക്ഷെ എല്ലാത്തിൻ്റെ അവസാനം എല്ലാം നല്ലതായി എന്ന് തോന്നുമെന്ന്. ശരിയാണ് കേട്ടോ, എൻ്റെ ജീവിതത്തിലും അത് സത്യമാണ് കേട്ടോ. അന്ന് കഠിനമായ ഒരു കാലഘട്ടത്തിൽ കൂടി പഠിച്ചു, കഷ്ടപ്പെട്ടു. പിന്നെ ഒത്തിരി സാലറിയൊക്കെ കുറഞ്ഞ് അന്ന് ജോലി ചെയ്യേണ്ടി വന്നു നാട്ടിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിദേശത്ത് ജോലി ചെയ്യാൻ പോകാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഉയരാൻ പറ്റി. നമ്മുടെ ഒരു ഡ്രീം പോലെയൊക്കെ നമുക്കൊരു വീടൊക്കെ വെക്കാൻ പറ്റി. അങ്ങനെ എല്ലാം നല്ലതായി തീർന്നത് ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അന്ന് അത്രയും കഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അന്ന് ആ കാലഘട്ടത്തിൽ ഭയങ്കര വിഷമിച്ചു എങ്കിലും. അപ്പോൾ അശ്വിൻ കൊച്ച് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി അവനെ ഇവിടെ നമ്മൾ കാർ സെയിലാക്കിയായിരുന്നു, പറഞ്ഞല്ലോ. പുതിയൊരു കാർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് ഉടനെ വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് പേപ്പർ വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഇവനിവിടെ പോയിട്ട്. അപ്പോൾ ഇവിടെ സിവിൽ സ്റ്റേഷനിൽ അവൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതാദ്യം നടത്തി തിരിച്ചു വന്നു. ഞാനപ്പം ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിനൊക്കെ മേടിച്ചിട്ട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തപ്പം വലിയ കുഴപ്പമില്ല. എന്നാലും ഞാൻ എല്ലാ മാസവും വൈറ്റമിൻ ഡി 60,000 യൂണിറ്റിൻ്റെ കഴിക്കുന്നുണ്ട്. എന്നിട്ട് പോലും എനിക്ക് 49 ഉള്ളൂ. ആക്ച്വലി അത് ഇത്രയും ഇതൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് കുറവാണ് അങ്ങനെ. എന്നാലും ഭയങ്കര അപകട നിലയിലില്ല. കുറച്ചൊരു ബോഡി പെയിനൊക്കെ, കുറച്ചൊരു ഡിസ്കംഫർട്ട് പോലെ. അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി ഇങ്ങനെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യും. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാ മാസവും നിങ്ങൾ വൈറ്റമിൻ ഡി കഴിക്കണം. ചെക്ക് ചെയ്യണ്ട, വല്ലപ്പോഴും ചെക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ വൈറ്റമിൻ ഡി കുറഞ്ഞ ഒത്തിരി പ്രശ്നങ്ങളാണ്. മുടി പൊഴിയും, ക്ഷീണം, ബോഡി ഇൻഫ്ലമേഷൻ, നമുക്ക് മൂഡ് ഒക്കെ ഭയങ്കര ദേഷ്യം, സങ്കടം, അങ്ങനെയൊക്കെ ഒരു ഡിപ്രഷൻ മോഡ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ ഡി നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, എന്നിട്ട് പിന്നെ തിരിച്ചു പോന്നു. തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. വരുന്ന വഴി തന്നെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി നോക്കും. ഇത് മണിമുല്ലയാണ് കേട്ടോ, ഞാൻ വീടിൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ടേക്കാം. ഷോപ്പിങ്ങിന് പോയി വന്ന് എല്ലാം അടുക്കി പറക്കി എടുത്ത് വെച്ചിട്ട് നമ്മൾ ടയേർഡാവും കേട്ടോ. ഇന്നൊന്നും കുക്ക് ചെയ്യാൻ വയ്യാന്നാവും കേട്ടോ. അപ്പോൾ അച്ഛൻ വെച്ച് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ അവനോട് പറയും നമുക്ക് ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവൻ അങ്ങനെ ഉണ്ടാക്കി തരാറുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഞാൻ അരിഞ്ഞു കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞാനത് ഇന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇപ്പോൾ കറക്കേണ്ട ആവശ്യമുണ്ട്, പൊടിക്കുമല്ലോ വേണ്ടേ? കറക്ക് ഇപ്പം നിലത്ത് കിടക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഷോഫ് കാണിച്ച് ഇങ്ങനെ കറക്കിയത് നിലത്ത് കിടന്നു. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുമോ? പൂച്ചയൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ ഇതിലൊക്കെ. നമ്മളെല്ലാം ചെരുപ്പിട്ട് ചവിട്ടി നടക്കുന്നില്ല. അത് മൊത്തം കളഞ്ഞ് 3-4 മുട്ട ഇതുപോലെ പൊഴിച്ചത്. കൊച്ചിന് ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു തമാശ കളിയാണ് കേട്ടോ. കുക്കിങ്ങിനൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അധികമൊന്നും കുക്ക് ചെയ്യാൻ അറിയില്ല കേട്ടോ. ഇങ്ങനെ ഒരു 2-3 ഐറ്റം ഒക്കെ ആകെ അറിയാവുള്ളൂ കേട്ടോ. ഇനി എല്ലാം ആവശ്യമുണ്ടോ ഇങ്ങനെ പൊരിച്ച് വെക്കണ്ട. ഇത് ശരിക്കും ഇതിങ്ങനെ പൊട്ടിച്ച് തന്നെ എടുക്കേണ്ടതാണ്. എന്താ മുട്ട കുത്തിപ്പൊരിക്കാന്ന് പറയില്ലേ, ആ രീതിക്ക് വേണ്ടതാണ്. കൊച്ചിങ്ങനെ ഷോഫ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോ എടുക്കുന്നു കണ്ടപ്പം കൊച്ചങ്ങനെ ആദ്യം അതിനെ വറുത്ത് വെച്ചു. എനിവേ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, പിള്ളേരല്ലേ അല്ലേ, നമുക്ക് ക്ഷമിച്ചേക്കാം. എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിച്ചിട്ട് ഇന്ന് കിടന്നുറങ്ങാം. അത്രയേ ഉള്ളൂ. ഞാൻ അത്രയും ടയേർഡാണ്. ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ പിന്നെ ഇവൻ വല്ലപ്പോഴും ഇതുപോലെ നൂഡിൽസ് ഉണ്ടാക്കി തരുമ്പോൾ എനിക്കത് ടേസ്റ്റാണ്, ഇഷ്ടമാണ്. പിന്നെ ഒന്നാമത് എനിക്ക് കുറച്ച് വൃത്തി ഒക്കെ ഉണ്ടാണല്ലോ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഞാൻ തന്നെയല്ലേ എല്ലാം അരിഞ്ഞു കൊടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്കങ്ങനെ മറ്റുള്ളവരിങ്ങനെ വൃത്തിയില്ല അങ്ങനെ നമ്മുടെ ഒരു മനസ്സിൽ പിടിക്കുന്ന രീതിക്ക് അല്ലാതെ കുക്ക് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുന്ന വരത്തില്ല. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുള്ളത്. സ്പൂൺ കൊണ്ട് എടുക്കുക, അങ്ങനെ സ്പൂൺ നിലത്ത് വെക്കാൻ പാടില്ല, പാത്രത്തിൽ വെക്കുക എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഞാൻ ശല്യമായിട്ട് കൂടെ തന്നെ നിൽക്കും കേട്ടോ. എനിക്കും കൂടി കഴിക്കാനുള്ളതല്ലേ.
നമ്മൾ കണ്ടിട്ടില്ലേ ചില കുക്കിംഗ് വീഡിയോ ഇടുന്നത്, യൂട്യൂബിൽ ഇടുമ്പോഴെങ്കിലും അവർ കുറച്ച് വൃത്തിക്കൊക്കെ കാണിക്കണ്ടേ. ഈ തവിയും സ്പൂണും ഒക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് ഇങ്ങനെ എന്താ വരാന്തല്ല നമ്മുടെ ഈ തട്ടയിലേക്ക് അവിടെ നിലത്തോട്ട് തന്നെ അങ്ങ് വെക്കും. പിന്നെ ഇങ്ങനെ ഒരുമാതിരി വൃത്തിയില്ലാതെ കൈയൊന്നും കഴുകാതെ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് ആ കൈ കൊണ്ട് തന്നെ പോയിട്ട് അടുത്ത സ്ഥലത്ത് പിടിച്ച് അങ്ങനെ ഇങ്ങനെ കൈയൊക്കെ ഉപയോഗിക്കുന്ന ഓക്കെ, പക്ഷെ അതൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് കഴുകി അങ്ങനെയൊക്കെ വേണ്ടേ. പിന്നെ സ്പൂണും തവിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഫ്ലോറായിട്ട് വെക്കരുത്. അവിടെയൊക്കെ എന്തോരം രോഗാണുക്കൾ ബാക്ടീരിയയും ഫംഗസും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വീണ്ടും അതെടുത്ത് നമ്മൾ കുക്ക് ചെയ്യാനൊന്നും ഉപയോഗിക്കരുത്. അതിനൊക്കെ ഒരു പ്ലേറ്റ് എടുത്ത് വെക്കുക, അതിലേക്ക് വെക്കുക, അല്ലെങ്കിൽ ഒരു തട്ടെടുത്ത് വെക്കുക, അതിലേക്ക് വെക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പാത്രങ്ങൾ ഇപ്പോൾ കഞ്ഞിക്കാലമൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ എടുത്ത് വെക്കുക അല്ലേ, അങ്ങനെയൊക്കെ വൃത്തിയായിട്ട് ചെയ്യേണ്ടത്. ചിലവർ ഈ സ്പൂണൊക്കെ എടുത്തിട്ട് അങ്ങനെ, പിന്നെ ചിലവർ ചപ്പാത്തി കുഴച്ചിട്ട് ഈ ഫ്ലോറയിലിട്ട് ചപ്പാത്തി വരുത്തുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടം. എനിക്ക് അറപ്പ് വരും സത്യം പറയാലോ. അതിൻ്റെ ആവശ്യം എന്താ അല്ലേ. നമുക്ക് ചെറിയൊരു ചപ്പാത്തി പലക മേടിച്ചിട്ട് വൃത്തിക്ക് ഒരു ഷീറ്റും വിരിച്ച് അല്ലെങ്കിൽ ഒരു പേപ്പർ വിരിച്ച് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വൃത്തിയായിട്ട് പരത്തി എടുത്ത് വിടല്ലേ. നമ്മൾ എത്രയൊക്കെ ഈ തുടയ്ക്കണതും നമ്മൾ ഈ കിച്ചണിൽ ഉപയോഗിക്കുന്ന തുണിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ഫ്ലോർ തുടയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചപ്പാത്തി വെച്ച് പരത്തി എടുക്കുമ്പം അവിടെയുള്ള എന്തോരം ബാക്ടീരിയയും ഫംഗസും ഒക്കെ ആ ഒരു ചപ്പാത്തിയിലേക്ക് ആകുന്നുണ്ട്. എനിക്കത് ഇഷ്ടമേ ഇല്ല അങ്ങനെയൊക്കെ കാണുന്നത് തന്നെ. അങ്ങനെയൊക്കെ കാണുന്ന കുക്കിംഗ് വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയും, എനിക്ക് തന്നെ അറപ്പാവും അങ്ങനെയാണ്. അപ്പം ഇന്നത്തെ കുക്കിങ്ങിന് അത്ര വൃത്തിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, നമ്മുടെ അച്ഛൻ കൊച്ചല്ലേ. അപ്പോൾ അങ്ങനെ എന്നാലും ഞാൻ അവിടെ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട ഈ വെജിറ്റബിളെല്ലാം ഞാൻ അരിഞ്ഞു കൊടുത്തു. തക്കാളി, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കത്തിൽ മഞ്ഞ ക്യാപ്സിക്കം ഇട്ടാൽ കൂടുതൽ രുചിയുണ്ടെന്ന് എപ്പോഴും ആവശ്യം പറഞ്ഞേക്കാം കേട്ടോ. അപ്പം പച്ചയും മഞ്ഞയും ചുവപ്പും ഒക്കെയും കൂടി ഇടുവാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും. പിന്നെ നമ്മൾ ആവശ്യത്തിന് നല്ല ഫിൽറ്റർ വാട്ടർ എടുക്കണം കേട്ടോ കുക്കിങ്ങിനൊക്കെ. അപ്പോൾ അതും എടുത്തു. എന്നിട്ട് നമ്മൾ ഇപ്പം മുട്ട പൊരിച്ച് വെച്ചു, അത് വെളിച്ചെണ്ണയിലാണ് പൊരിച്ച് വെച്ചത്. 4-5 മുട്ട ഉണ്ടായിരുന്നു. കുരുമുളക് ഇട്ടിട്ട് പൊരിച്ച് വെക്കണം, ഉപ്പും കുരുമുളകും. പിന്നെ ഇത് ബട്ടറിലാണ് നമ്മൾ ഈ വെജിറ്റബിൾ ഇവനിങ്ങനെ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി അങ്ങനെ വെന്താൽ മതി, ഒത്തിരി വെന്ത് പോകുമൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ നൂഡിൽസ് ഇട്ടിട്ട് അതിലേക്ക് ആ നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാലകൾ മൊത്തം ഇടും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം, പിന്നെ നമുക്ക് സോയാ സോസും തക്കാളി സോസും ഒക്കെ ചേർക്കാം. അതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ നൂഡിൽസിന് വേണ്ടിയിട്ട്. ആ കൂടെ തന്നെ നമ്മൾ മുട്ട പൊരിച്ചിട്ട് കുത്തിപ്പൊരിച്ചിട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ വെജിറ്റബിൾ കുറച്ചൊന്നിങ്ങനെ സോട്ട് ചെയ്തെടുക്കണം. നൂഡിൽസ് മാത്രമായിട്ടാണെങ്കിൽ അത്ര ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, മൈദയൊക്കെ ആയിരിക്കും. പിന്നെ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരിക്കലും നൂഡിൽസ് മേടിക്കത്തില്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് നൂഡിൽസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോസൊക്കെ മലയാളത്തിൽ കിടപ്പുണ്ടായിരുന്നു. ഞാനത് നോക്കിയിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, പക്ഷേ കയ്പ്പ് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ആ പരിപാടി ഞാൻ നിർത്തി. ഗോതമ്പും അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത്, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എൻ്റെ പുതിയ പ്ലേറ്റ് എങ്ങനെയുണ്ടോ എന്നാ കട്ടിയല്ലേ, പാസ്ത പ്ലേറ്റാണ്, പൊട്ടല്ലേ, സെറാമിക്ക, ഓവൻ സേഫ്റ്റി അല്ല കേട്ടോ. ഒന്ന് ഇനി എടുത്ത് അതിനൊന്നും വെച്ചതല്ലേ. വെജിറ്റബിൾ ഒന്ന് വാടി വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പൊരിച്ച് വെച്ച മുട്ടയും കൂടി അതിൻ്റെ കൂടെ തന്നെ ചേർത്തു. അതിലേക്ക് നമ്മൾ നന്നായിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം കേട്ടോ. അത് ഒരു എക്സ്ട്രാ ടേസ്റ്റ് നമ്മുടെ ഈ ഇത്തരത്തിൽ നൂഡിൽസ് ഉണ്ടാക്കുമ്പം കിട്ടും. ഞാൻ ഈ നൂഡിൽസ് വല്ലപ്പോഴൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിറച്ച് വെജിറ്റബിൾ ഞാൻ ചേർക്കും കേട്ടോ. ആ സവാളയും കൂടി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഇന്ന് വെജിറ്റബിൾ ഞാൻ അധികം അരിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന് ഞാൻ എന്തൊക്കെ ചേർക്കാവോ അതെല്ലാം ഞാൻ വെജിറ്റബിൾസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും കേട്ടോ. ഈ നമ്മുടെ ഗ്രീൻ പീസ് അങ്ങനെയൊക്കെ വേവിച്ച് വെക്കുകയാണെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ നമുക്ക്. അവനൊരു ഫാമിലി പാക്ക് മുഴുവൻ പൊട്ടിച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഇത് 3 പേർക്ക് കഴിക്കാനുള്ള മാത്രമുണ്ട്, ഇച്ചിരി കൂടുതലായിപ്പോയി. ഇന്ന് നമ്മൾ 2 പേരും ഇവിടെ ഇടും, ഇത്ര ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാലും ഓക്കെ, നമുക്ക് മാക്സിമം അങ്ങ് കഴിക്കാം. പിറ്റേ ദിവസത്തിനൊന്നും കൊള്ളത്തില്ല, തണുത്ത് പോയാൽ പിന്നെ ഇതൊന്നിനും കൊള്ളത്തില്ല നൂഡിൽസ്, അറിയാലോ. മല്ലിച്ചപ്പ് കുറവായിരുന്നു എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഞാനത് കൂടുതൽ ഇട്ടേനെ കേട്ടോ. മല്ലിച്ചപ്പ് ഇടുന്നത് നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിച്ചപ്പും പുതിനേൻ്റെ ഒക്കെ ടേസ്റ്റ്. പുതിന ഇടണ്ട, മല്ലിച്ചപ്പ് ഇട്ടാൽ മതി. വെച്ചാലോ വേണ്ട എന്ത് കിട്ടും. ഈ നൂഡിൽസിൻ്റെ പാക്കറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഫുൾ മസാലയും അവൻ അതിനകത്ത് പൊട്ടിച്ചിടും കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് സോയാ സോസും തക്കാളി സോസും നട്ട്സും കൂടി ചേർക്കും. ഒരു കൂട്ടിൽ മൊത്തം മസാല ഇടുവോ? ഒരു കവറിൽ മൊത്തം മസാല ഇടുവോ? ഒരു ചെറിയ പീസിന്, ഒറ്റ പീസിന്. ഇതൊക്കെ ഇത്രയില്ലേ, 6 ഉണ്ട്. ഒത്തിരി മസാലകൾ ഇടുന്ന നമ്മുടെ വയറിന് അത്ര നല്ലതല്ല, പ്രത്യേകിച്ച് അൾസർ അങ്ങനെ ഇങ്ങനെയൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട്. ഒത്തിരി സ്പൈസസ് നമ്മളങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. എന്നാലും ഒക്കെ വല്ലപ്പോഴും ഉള്ളതെന്ന് ഓർത്തിട്ടൊക്കെ. പിന്നെ നട്ട്സ് കഴുകി കൊടുത്തേന്, അതും കൂടി ഇവനിങ്ങനെ പൊട്ടിച്ചിടും. ഇത്രയും സംഗതി. അപ്പോൾ ഈ വെജിറ്റബിളും നട്ട്സും പിന്നെ നമ്മളിതിൽ ബട്ടറും ഗീയും ആണല്ലോ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയിലാണ് നമ്മൾ മുട്ട പൊരിച്ചെടുക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുന്നതുകൊണ്ടാണ് ഇത് അത്യാവശ്യമെങ്കിലും ഹെൽത്തി ആവുന്നത്. അല്ലെങ്കിൽ മൈദാൻ്റെ നൂഡിൽസ് അത്ര ഹെൽത്തി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളി സോസും സോയാ സോസും ഒഴിക്കും. അത് ഒരുപാട് ഒഴിക്കേണ്ട, കാരണം തക്കാളി നമ്മൾ വെജിറ്റബിളിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി
ഒഴിക്കുന്ന അവന് ഇഷ്ടമില്ല. എനിക്ക് ആക്ച്വലി കുറേ കൂടി തക്കാളി, എനിക്ക് പുളിയുള്ള കറികൾ ഭയങ്കര ഭക്ഷണം ഭയങ്കര ഇഷ്ടം. കുറച്ചും കൂടി തക്കാളി സോസ് ഞാൻ തന്നെയാണെങ്കിൽ ഒഴിക്കും. ഇത് പക്ഷേ അവനധികം ഒഴിക്കാൻ സമ്മതിക്കത്തില്ല. പിസ്സേൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. പിസ്സയ്ക്കാണെങ്കിലും ഇതിനാണെങ്കിലും തക്കാളി സോസുമാണ് ടേസ്റ്റ്. ഉള്ളി നല്ല ഉള്ളി ഇതിന്റെ മസാല പിടിക്കും. ആ മസാലയുടെ ടേസ്റ്റ് ഉണ്ടോ ഉള്ളിക്ക്? അതിലുള്ള കുറച്ച് വെള്ളവും കൂടി ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സോസൊക്കെ ഒഴിച്ചതെല്ലാം കൂടി ഒന്ന് കുറുക്കും. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആവുക. കൂടെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് കുരുമുളക് പൊടിയും കൂടി ഫൈനലായിട്ട് ഇടും. അങ്ങനെയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ. വെജിറ്റബിളും എല്ലാം കൂടി വരുമ്പോൾ എസ്പെഷ്യലി മഞ്ഞ കളറിൻ്റെ ഈ ഒരു ക്യാപ്സിക്കം ഇടുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട്. മഞ്ഞയും ചുവപ്പും ഒക്കെ, പച്ചേനേക്കാളും പച്ച ഞാൻ ഇടും കേട്ടോ, കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നട്ട്സും ഒക്കെ നമ്മൾ ഇടണം കേട്ടോ. അതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കടലയോ നട്ട്സോ ഗ്രീൻ പീസോ ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇത് കണ്ടോ, ഫൈനലി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി പാകത്തിനായി ഒന്ന് കുറുക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഇനി പാത്രത്തിലേക്ക് എടുക്കാം. ശരിക്കും 3 പേർക്ക് ധാരാളമായിട്ട് കഴിക്കാനുള്ളത് മാത്രം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊള്ളില്ല, തണുത്ത് പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് കുറച്ചധികം വീതം കഴിക്കാമെന്ന് ഓർത്തു. കുറച്ച് ഹെവിയാണ് ഇത്രയും അധികം കഴിക്കുന്നത്. എന്നാലും ഓക്കെ കഴിക്കാമെന്ന് ഓർത്തു. നട്ട്സും ഗീയും ബട്ടറും ഒക്കെ ഇട്ടേക്കണല്ലേ, വെജിറ്റബിളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ വയറ് നിറച്ച് കഴിച്ചിട്ട് മറിഞ്ഞടിച്ച് കിടന്നുറങ്ങാം എന്നാണ് എൻ്റെ പ്ലാൻ. കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ, കളർഫുൾ ആയിട്ടുള്ള. എനിക്ക് വെജിറ്റബിൾ ആണെങ്കിലും ഒത്തിരി വെജിറ്റബിൾ ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കാണുമ്പോൾ ഭയങ്കര അർമാദമാണ് മനസ്സിന് കേട്ടോ. ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ളത് കാണുമ്പോൾ നല്ല രസമല്ലേ, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പം എത്ര ചൂട് എങ്ങനെ വെച്ച് കഴിക്കണേ? ചൂടോടെ കഴിച്ചാലോ ടേസ്റ്റ് അല്ലേ? എന്നാൽ നീ എടുത്തോട്ട് പോയിക്കോ, ഞാനും ഓർക്കും കഴിക്കട്ടെ. TV കണ്ടേ, ഇന്നത്തെ ദിവസം TV കണ്ടിട്ടേ ഇല്ല. സന്ധ്യ ആയപ്പോൾ മുതലിവിടെ സിറ്റുവേഷൻ മാറിയായിരുന്നു കേട്ടോ. പകൽ നല്ല തെളിച്ചമായിരുന്നു, പക്ഷേ സന്ധ്യ ആയപ്പോഴത്തേക്കും മഴക്കാറും അങ്ങനെ ഒരു ഫീലൊക്കെ ആയി തുടങ്ങിയായിരുന്നു. നമ്മുടെ ഉരുളുപൊട്ടൽ കഴിഞ്ഞ പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ നല്ല വെയിലൊക്കെ ആയായിരുന്നു. വീണ്ടും ഒരു മഴക്കാറിൻ്റെ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെ ആണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്. പകലൊക്കെ ഓക്കെയാണ്, ഇടയ്ക്ക് ചെറിയൊരു വെയിലൊക്കെ തെളിയെങ്കിലും വൈകുന്നേരങ്ങളാകുമ്പോൾ ഇതുപോലെ ഇരുണ്ട് മൂടി. എന്നാലൊരു ഭീകരാന്തരീക്ഷം ഇല്ലാന്ന് മാത്രം, എന്നാലും മഴ പെയ്യുന്നുണ്ട് രാത്രി. അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്ക് പ്രോഡക്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വരൂ കേട്ടോ. അതുപോലെ ഒന്ന് കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താലേ നമ്മുടെ വീഡിയോ ഓടത്തുള്ളൂ. അതുപോലെ കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ സുഹൃത്തുക്കളിലേക്കും റിലേറ്റീവ്സിലേക്കും നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കണം കേട്ടോ. അതൊക്കെയാണ് വിശേഷം. ഇനി അടുത്തൊരു വീഡിയോ, എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്ന ഒരു മെസ്സേജ് വന്നു എനിക്ക്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇരുന്ന് തന്നെ സംസാരിക്കാം.